This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവിക ഭരണത്തിങ്കലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God.
ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 78 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് നിത്യമരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിച്ച് തൻ്റെ ജീവനെയും ആത്മാവിനെയും അവർക്ക് ദാനമായി കൊടുത്ത് അവരെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർത്തിരിക്കുന്നു. ഇനി ഓരോ നിമിഷവും ജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം ജീവനായിത്തീരുന്നു, വചനം ആത്മാവായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും ജ്ഞാനം നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ
കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങി നാം പഠനം ആരംഭിച്ചു. ദൈവവചനത്തിന് ഏറെ ശ്രദ്ധ കൊടുക്കണം. നിരന്തരം ദൈവത്തിൻ്റെ വചനം വായിക്കണം, അതിനെ ധ്യാനിക്കണം, ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കണം. യേശുക്രിസ്തു പറഞ്ഞു, നാം കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. നാം എന്താ കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മീക അഭിവൃദ്ധിയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമ്മെ വളർത്തിയെടുക്കുന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും മോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകല പരീക്ഷകളുടെയും തന്ത്രങ്ങളുടെ മീതെ ജയാളികളാക്കി തീർത്ത് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുവാൻ ശക്തിയുള്ള വചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. 4-ാം അധ്യായം 22-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടുന്നത്? അതിൽ പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ദൈവം നമ്മുടെ ബുദ്ധിയിലും ഹൃദയത്തിലും സ്വതന്ത്രമാക്കുക എന്ന വിഷയമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് തന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയായ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ആത്മീയ കാര്യങ്ങൾ നാം അറിയണമെന്നാണ്, വചനം നാം സ്വീകരിക്കണമെന്നാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ മേലിറങ്ങി വന്ന് 7 ആത്മാക്കളെക്കുറിച്ചുള്ള ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ് 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് യേശു കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്ന് വസിച്ച് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. അവിടെ ആത്മാക്കളുടെ 7 നാമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചു കേൾപ്പിക്കാം. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അതായത് യേശു കർത്താവിൻ്റെ മേൽ പ്രവർത്തിക്കാൻ പോകുന്ന യഹോവയുടെ ആത്മാവിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ ആത്മാവിൻ്റെ സവിശേഷമേറിയ 7 നാമങ്ങൾ നാം വായിച്ചിരിക്കുകയാണ്. 1, യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ, അതായത് യഹോവ ഭയത്തിൻ്റെ ആത്മാവ്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിന് ഈ സവിശേഷമേറിയ 7 നാമങ്ങൾ കൊടുത്തിരിക്കുന്നത്? 7 എന്ന സംഖ്യ വിശുദ്ധ വേദപുസ്തകത്തിൽ പൂർണ്ണതയെ കാണിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായും
യേശുക്രിസ്തുവിൻ്റെ മേൽ വസിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിലും 5-ാം അധ്യായം 6-ാം വാക്യത്തിലുമൊക്കെ യഹോവയുടെ 7 ആത്മാക്കളെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 7 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായും വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൻ്റെ സമ്പൂർണ്ണ വെളിപ്പെടലിനു വേണ്ടിയാണ് 7 എന്ന സംഖ്യ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരർത്ഥം പറഞ്ഞാൽ ഒരാത്മാവിൻ്റെ വ്യത്യസ്തമായ ശുശ്രൂഷകളെ, കൃപകളെ, വരങ്ങളെ, പ്രവർത്തികളെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 7 എന്ന സംഖ്യ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ആവസിച്ച് പ്രവർത്തിക്കുകയാണ്. അതിനകത്ത് ബലത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ് എന്നും കാണുകയാണ്. എന്താണ് സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ബലത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ? യേശുക്രിസ്തുവിൽ ബലത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അതായത് ജനങ്ങളെ സൗഖ്യമാക്കുവാൻ, അത്ഭുതങ്ങൾ നടത്തുവാൻ, വീര്യപ്രവർത്തികൾ നടത്തുവാൻ, അടയാളങ്ങൾ നടത്തുവാൻ യേശുവിൻ്റെ മേൽ ആവസിച്ച ആത്മാവായിരുന്നു ബലത്തിൻ്റെ ആത്മാവ്. ഇന്നും ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ മീതെ ബലത്തിൻ്റെ ആത്മാവിനാൽ ദൈവം അഭിഷേകം ചെയ്യുന്നു. അത് ദൈവത്തിൻ്റെ ശക്തിയെ കുറിക്കുന്ന പദമാണ്. ദൈവരാജ്യത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാനൊക്കെ ഒരുവൻ്റെ മീതെ ഇറങ്ങി വരുന്ന ദൈവശക്തിയുടെ പേരാണ് ബലത്തിൻ്റെ ആത്മാവ്. ഇനി ആ ആത്മാക്കളുടെ നാമത്തിൽ പ്രധാനമായ 4 നാമങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി പോവുകയാണ്. 1, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം. 2, വിവേകത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. 3, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളജ്. 4, ആലോചനയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. അതായത് യേശു കർത്താവിൻ്റെ ബുദ്ധിയുമായുള്ള ബന്ധത്തിൽ, ജ്ഞാനവുമായുള്ള ബന്ധത്തിൽ, അറിവുമായുള്ള ബന്ധത്തിൽ, ആലോചനയുമായിട്ടുള്ള ബന്ധത്തിൽ 4 ആത്മാക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവിക കാര്യങ്ങൾ അറിയുന്നതിൽ, കാര്യങ്ങൾ വിവേചിക്കുന്നതിൽ, ആഴമേറിയ ആത്മീയ മർമ്മങ്ങൾ പ്രാപിക്കുന്നതിൽ, മറ്റൊരു വ്യക്തിക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ, ആത്മീയമായ വിഷയങ്ങൾ അറിയുന്നതിൽ, ഒരു വ്യക്തിയുടെ ഹൃദയത്തെ വിവേചിക്കുന്നതിലൊക്കെ കർത്താവിനെ സഹായിക്കുവാൻ 4 ആത്മാക്കൾ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടത്തുവാൻ ഒരേ ഒരു ആത്മാവ്. ഇനി എൻ്റെ വിഷയം ഇതാണ്: എന്തുകൊണ്ടാണ് യേശു കർത്താവിന് അവൻ്റെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട്, ജ്ഞാനവുമായി ബന്ധപ്പെട്ട്, ഹൃദയവുമായി ബന്ധപ്പെട്ട് 4 ആത്മാക്കളുടെ ആവശ്യം? യേശു കർത്താവിൻ്റെ ബുദ്ധിക്ക്, അവൻ്റെ മനസ്സിന്, അവൻ്റെ ഹൃദയത്തിന്, അവൻ്റെ ദേഹിക്ക്, അവൻ്റെ പ്രാണന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരു കുറവുമില്ലാത്ത തികഞ്ഞ മനുഷ്യൻ, ഏക മനുഷ്യൻ യേശു കർത്താവ് മാത്രമാണ്. പക്ഷേ അവൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ്റെ ദേഹിയുടെ, അവൻ്റെ ബുദ്ധിയുടെ, അവൻ്റെ ഹൃദയത്തിൻ്റെ സ്വാഭാവികമായ യാതൊരു കഴിവും ദൈവത്തെ അറിയുന്നതിനും ആത്മീയ ശുശ്രൂഷയ്ക്കും വേണ്ടി അവൻ വിനിയോഗിച്ചില്ല.
അനേക സന്ദർഭങ്ങളിൽ യേശു കർത്താവ് ആവർത്തിച്ചൊരു കാര്യമാണ്, പുത്രന് തന്നിൽ തന്നെ സ്വയമായി ഒരു കാര്യവും ചെയ്യുവാൻ കഴിയുന്നതല്ല. തനിക്ക് സ്വയമായി ഒരു കാര്യവും പറയുവാൻ കഴിയത്തില്ല, സ്വയമായി ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയത്തില്ലെന്ന് അവൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് തൻ്റെ ബുദ്ധിയുടെ, തൻ്റെ ദേഹിയുടെ, സ്വയത്തിൻ്റെ യാതൊരു കഴിവുകളും ദൈവത്തെ അറിയുന്നതിനോ ആത്മീയ ശുശ്രൂഷയ്ക്കോ കർത്താവ് ഉപയോഗിച്ചില്ല. മറിച്ച് പരിശുദ്ധാത്മാവ് നേരിട്ട് ജ്ഞാനത്തിൻ്റെ ആത്മാവായി, പരിജ്ഞാനത്തിൻ്റെ ആത്മാവായി, വിവേകത്തിൻ്റെ ആത്മാവായി, ആലോചനയുടെ ആത്മാവായി അവനിൽ പ്രവർത്തിച്ചിട്ടാണ് അവൻ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുത്തത്. അവൻ ദൈവിക കാര്യങ്ങൾ, സ്വർഗീയ കാര്യങ്ങൾ മനുഷ്യനെന്ന നിലയിൽ അറിഞ്ഞതും പറഞ്ഞതും പ്രവർത്തിച്ചതും. യേശു കർത്താവിന് ആത്മീയ കാര്യങ്ങൾ അറിയുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ഇത്രയേറെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമായിരുന്നെങ്കിൽ പാപത്തിൽ വീണുപോയ, ബുദ്ധി മന്ദീഭവിച്ചു പോയ, മനസ്സ് കുരുടാക്കപ്പെട്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ എത്ര വലിയ സഹായവും കൃപയും ആവശ്യമാണ്. അതായത് മനുഷ്യൻ്റെ വീണുപോയ ബുദ്ധിയിൽ ദൈവത്തെ പ്രാപിക്കുവാനോ വചനത്തെ സ്വീകരിപ്പാനോ അതിൻ്റെ പരിജ്ഞാനം സ്വീകരിപ്പാനോ കഴിയുന്നതല്ല. പിന്നെയോ പരിശുദ്ധാത്മാവിന് മാത്രമേ ആത്മീയ കാര്യങ്ങൾ ഒരുവന് വെളിപ്പെടുത്തി കൊടുക്കുവാനും അവനെ പഠിപ്പിക്കുവാനും കഴിയുകയുള്ളൂ. യേശു കർത്താവിന് ഇത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമായിരുന്നെങ്കിൽ ദൈവത്തെ അറിയുന്നതിൽ, ആത്മീയ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ, എഴുതപ്പെട്ട വചനങ്ങൾ സ്വീകരിക്കുന്നതിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഏറെ ആവശ്യമാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിന്ന് നാം ഒരാത്മാവിനെയും കൂടെ കൂട്ടിച്ചേർക്കുകയാണ്, വെളിപാടിൻ്റെ ആത്മാവ്. ഈ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ഈ ശുശ്രൂഷകൾ നമ്മുടെ ബുദ്ധിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമായിരിക്കും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം, ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചു ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക്
സുവിശേഷ ദൗത്യവുമായി മിഷണറിമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ